ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കിടേഷാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. ആരാണ്? പ്രണവ് വെങ്കിടേഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. റഷ്യ, പാകിസ്ഥാൻ, കോങ്കോമാണ് 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ. ആസാമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരെന്താണ്? രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എന്നാണ് ആസാമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര്. ഇപ്പം അടുത്താണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കാം. ആസാമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക്കൽ സിറ്റി. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിലെ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് ആൽഫ്രഡ്. ആൽഫ്രഡ് എന്താണ്? ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? ബാഴ്സലോണയാണ്. ബാഴ്സലോണയിൽ എന്താണ്? മൊബൈൽ വേൾഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് ബാഴ്സലോണ. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായതാരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരനാണ്. KV കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത്. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ആദ്യ വനിത ആരാണ്? ചിത്ര ചന്ദ്രമോഹനാണ്. ചിത്ര ചന്ദ്രമോഹനാണ് സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ആദ്യ വനിത. ആരാണ്? ചിത്ര ചന്ദ്രമോഹനൻ. AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏതാണ്? AI കോശ. AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടലാണ് AI കോശ. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 149. 149 KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 യജ്ഞങ്ങൾ. ആരൊക്കെ ചേർന്ന് നടത്തുന്നത്? വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. ആകെ കേരളത്തിൽ 44 നദികളുണ്ട്. അപ്പം നമുക്കത് ഓർത്തു വെക്കാൻ സുഖമാണ്. വിവ നടത്തുന്ന ശുചിത്വ യജ്ഞമാണ്, സ്കൂൾ കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ്? ദിയ സലേം. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലേം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലേം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കറണ്ട് അഫേഴ്സാണ്. നമുക്കൊന്നും കൂടെ പെട്ടെന്നൊന്ന് ഈ കറണ്ട് അഫേഴ്സ് ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയതാരാണ്?
പ്രണവ് വെങ്കിടേഷാണ്. പ്രണവ് വെങ്കിടേഷാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ ഇവരാണ് 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ. രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എന്ന് പുതിയ പേര് കൊടുത്തത് ഏത് സിറ്റിക്കാണ്? ആസാമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക്കൽ സിറ്റി. ആൽഫ്രഡ് എന്താണ്? ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് ആൽഫ്രഡ്. ബാഴ്സലോണയോ? 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദിയാണ് ബാഴ്സലോണ. KV കുമാരന് ഏത് അവാർഡാണ് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡാണ്. മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡാണ് KV കുമാരന് ലഭിച്ചത്. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ആദ്യ വനിത ആരാണ്? ചിത്ര ചന്ദ്ര മോഹനൻ. AI കോശ എന്താണ്? AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടലാണ് AI കോശ. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 149. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ എന്താണ്? ദിയ സലേം. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലേം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കറണ്ട് അഫേഴ്സാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.